അപ്പൊ ഇന്നത്തെ വിശേഷം എന്താ പറഞ്ഞെങ്കിൽ അന്നേനെ പറഞ്ഞോണ്ടായല്ലേ അമ്മ കാപ്പി ചെടിന്റെ വീഡിയോ ആക്കണമെന്ന് ആക്കി കാണിക്കാന്നും പറഞ്ഞോണ്ടുണ്ടായി. അത് കംപ്ലീറ്റ് ഇപ്പൊ എടുത്തിന്. കാപ്പി ചെടിന്റെ പറഞ്ഞ ഒരു കാപ്പി ചെടി എങ്ങനെ ഉണ്ടാക്കൂ അതിന്റെ ബാക്കിൽ എത്ര മെനക്കേട് ഉണ്ടാവൂന്നില്ല ഇന്നത്തെ വീഡിയോ ഞാൻ കാട്ടീന്. അതെ, അത് കണ്ടിട്ട് മോനെ എനക്ക് ആ കൊതിയായി പോയിന്ന്. ഞാൻ പണ്ട് ആക്കിക്കൊണ്ടുണ്ടായ പനിയല്ലേ, അതിൽ പോകാന്ന് പറഞ്ഞിട്ടായോണ്ടുണ്ടായി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഉണ്ട്. പിന്നെ അതിൽ ഒന്ന് മിസ്സായി എന്ത് പറഞ്ഞെങ്കിൽ നമ്മൾ ഈ സെലക്ഷൻ കാപ്പി പറിക്കും. പറിച്ചിട്ട് അതിന്റെ കുരു എടുത്തിട്ട് അതിക്ക് ചെറിയ ചെറിയ പ്രൊസീജിയർ എല്ലാം ഉണ്ട്. ആ പ്രോസസ്സിംഗ് എല്ലാം ആക്കിയിട്ട് അതിനെ ലൈനായിട്ട് നടലുണ്ട്. അതൊന്ന് മിസ്സായിന്, ബാക്കി എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് വീഡിയോ കാണാം. ഇത് നർസറി പണിയെടുക്കാണ് റെഡിയാക്കണം അല്ലേ? ഇതേ തുടക്കം. കാട്ടിന്ന് നല്ല മണ്ണ് നോക്കിയിട്ട് പൊടി മണ്ണ് കിട്ടണോ അങ്ങനത്തെ കിട്ടിയാലോ അതിനെ കൊടന്നിട്ട് ഇവിടെ ഒന്തിരി ചെയ്യും. കല്ല് അതെ അതെ മണ്ണുണ്ടാവണം, ക്ലിയർ ആയിട്ട് അതെ. വേരെല്ലാം ഡൊങ്കാവാൻ പാടില്ല. ഡൊങ്ക് പറഞ്ഞ ഓര നടുമ്പോ നേരെ ഇറങ്ങണം ചെടികള്. അതിന് വേണ്ടിയിട്ട് കല്ല് ഇല്ലാണ്ട് എടുക്കുക. പിന്നെ ചാണകോബരം ഇടൂ. അതെ, ചുണ്ണാമ്പ് ചാണകോബരം പിന്നെ തിമീട്ട് അറിയൂ. അത് ഇടൂ. ഇട്ടിട്ട് നല്ല മിക്സ് ആക്കും. ഇത് പന്തൽ ഇട്ടോണ്ടില്ലത്. പന്തല് പറഞ്ഞ നമ്മൾ ചെറുതല്ല വലുതായിട്ടാക്കൂ. അതിനെ കൊണ്ട് വലിയൊരു പന്തലിടും. സിമെന്റിന്റെ ഇങ്ങനത്തെ പോൾസ് ഉണ്ട്, അതെല്ലാം പോയ ഇവിടേക്ക് ഇങ്ങനത്തെ മരത്തിന്റെ കമ്പം വെച്ച് കമ്പം നട്ട് പന്തലിട്ട് തണലാക്കുക. ഇപ്പൊ എല്ലാ കമ്പത്തേക്ക് തന്തി കെട്ടീന്. തന്തി കെട്ടിയിട്ട് ഇത് താട്ട് ഇതിനെ അവിടേക്ക് ബെൽച്ച് കെട്ടു. ഇതെന്തിനിടല് പറഞ്ഞാ ഇതില് 75% വെയില് ചെടിക്ക് ബുഗുല. വെറും 25% മാത്രമേ ബുഗുള്ളൂ. അതിനെ കൊണ്ട് ഇങ്ങനത്തെ ഇടല്. കുറച്ച് വെയിലും വേണോ, കുറച്ച് തണലും വേണോ, അങ്ങനെല്ല നോക്കിട്ട് ഇങ്ങനത്തെ ഇടല്. എന്നിട്ട് അത് കൊല്ല മാറ്റമൊന്നുമില്ല. എവിടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കീറിയിട്ടുണ്ടായെങ്കിൽ അതിനെ നമ്മൾ തന്നെ തുണ്ണിയിട്ട് അതിക്ക് ബെൽച്ച് കെട്ടു. പണ്ടത്തെ കാലത്തുള്ള ഉണ്ടായല്ലമ്മ ഇതേ അല്ലമ്മ? പണ്ടത്തെ ഉണ്ടായി. ഞങ്ങൾക്കെല്ലാം കണക്ക് കൊടുക്കൂ. ഇങ്ങനെ മണ്ണ് നിറയ്ക്കണം, കൂട്ട നിറയ്ക്കണം പറഞ്ഞ് പാറ്റിൽ നടാനോ ഞങ്ങളെ വിടൂ. ഇത് നമ്മളിപ്പോ ക്ലീൻ ആക്കിയ മണ്ണിനെ അതൊരു കണക്കിന്റെ കൊട്ട. അതിൽ ഇത്രയെന്ന് പറഞ്ഞിട്ട് ഇടും. 28 കൂട്ട ഇടും. കൂട്ടയ്ക്ക് 3 ചാണകോപുരം, 1.5 കൂട്ട മണല്, പിന്നെ 1 കിലോന്റെ അടുത്ത് നമ്മളുടെ ചുണ്ണാമ്പ്. ഇത് തിമിയിട്ടിടല്. എറുമ്പൊന്നും വരാൻ പാടില്ല. എറുമ്പ് വരാൻ പാടില്ല, പുസു പിടിക്കാൻ പാടില്ല ചെടിക്ക്, അങ്ങനല്ല. ഇതാ ചുണ്ണാമ്പിട്ട് പിന്നെ ഇതിനെ ഇനി മിക്സ് ആക്കിയിട്ട് കുഴച്ചിട്ട് എല്ലാ അളവുണ്ട് കൈക്ക് ഇങ്ങനെ ഉണ്ട പിടിക്കുന്ന അങ്ങനെ കിട്ടണം. അതെ, വെള്ളം ഒഴിച്ചിട്ട് പാകത്തൊക്കെ ആക്കിയിട്ട് നരിക്കാൻ എത്ര വേണം അത്ര കിലോ വെള്ളം ഒഴിക്കും. പതമായിട്ട് നിറച്ചിട്ട് പിന്നെ പ്ലാസ്റ്റിക്കിൽ നിറയ്ക്കല്ലോ അല്ലേ? പ്ലാസ്റ്റിക്കിൽ നിറച്ചിട്ട് പാത്തി കെട്ടു, പാത്തില് അടുക്കുക. അപ്പൊ അമ്മക്ക് എല്ലാം കാണാത്ത കഴിഞ്ഞ മുമ്പിൽ എല്ലാം അറിയണ്ടല്ലേ? അതെ, പണ്ട് പണിയെടുത്തതിന്റെ എക്സ്പീരിയൻസ് അതേ വഴി കൂടെ നമ്മളും വന്നുകൊണ്ടുണ്ട്. അതെ, പിന്നെ പാത്തില് ഇങ്ങനത്തെ ഒരു നിറയ്ക്കും. ആണുങ്ങളെല്ലാം നല്ല പാത്തി കെട്ടിട്ട് നിറയ്ക്കും. പെണ്ണുങ്ങള് കൊട്ട നിറച്ചിട്ട് കൊണ്ടു കൊടുക്കും. ആണുങ്ങള് ഒതുക്കല് ഏത് പണി മാറി മാറി കിട്ടിയാലും ഈ പണി മാത്രം മാറില്ല. എന്താ പറഞ്ഞാല് ചെടി നിറയ്ക്കുന്നത് ഏതേത് രീതി, എത്ര കൊട്ട മണൽ വേണോ, മണ്ണ് വേണോ, ചാണകോബറ വേണോ,
അതെല്ലാം കൂട്ടിയിട്ട് ഒരേ കണക്കായ എവിടെയും. ഇതൊക്കെ ടെക്നോളജി ഒന്നും ഇല്ല. ഇല്ല. ഇതെല്ലാം പാരമ്പര്യമായിട്ട് എങ്ങനെ വന്നു അതെ അതേ അതെ മതി. അതെ. ഇതിപ്പോ ആൾക്കാർ എവിടെ പെണ്ണുങ്ങൾക്ക് നരിക്കാൻ വേണം അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലേ. ഇതന്നെ ബാസ്കറ്റ്. ഈ കവറിൽ നരക്കല് ചുറ്റും ഇരിക്കും എല്ലാരും ഇരുന്നിട്ട് ഇതവിടെ നരച്ചുകൊണ്ടുണ്ടല്ലേ. അതെ. അങ്ങനെ നിറയ്ക്കല്. ഞങ്ങൾക്കെല്ലാം കണക്ക് കൊടുക്കും. അപ്പൊ പെട്ടെന്ന് നിറച്ചിട്ട് കൊടുക്കും. അത് ലൂസാവാൻ പാടില്ല, കട്ടിയും ആകാൻ പാടില്ല. അളവുകൊണ്ട് നിറയ്ക്കല്ല. ഒരു വന്നിട്ട് ഇങ്ങനെ നമ്മളുടെ അവിടെ അതേമാതിരി തന്നെ 500 നരിക്കണം. ഒരാള് 500 ബാസ്കറ്റ് നരിക്കണം. വേഗം നരച്ചിട്ട് പോകും. ഒരു 2:45-3 മണിയാകുമ്പോൾ പോകും. അതെ. പിന്നെ നിറയ്ക്കുന്നത് അളവുകൊണ്ട് നിറയ്ക്കണം. അവർ വന്നിട്ട് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അങ്ങോട്ട് കഴിഞ്ഞും പോകാൻ പാടില്ല, ടൈറ്റായിട്ട് കല്ലുപോലെയും ഇരിക്കാൻ പാടില്ല. ഒരുപോലെ നിറയ്ക്കണം. നരിക്കുന്നതിലും ഉണ്ട് കണക്ക്, അതേപോലെ നരിക്കണം. അതെ. ഞങ്ങളല്ല ഇതല്ല പോവപ്പാ. ഇതിന് എവിടെ ഉണ്ടായ ഞാൻ ചെറുപ്പത്തില് അമ്മന്റെ കൂടെ ഇതേ പണിക്ക് പോയോണ്ടായി മണ്ണിൽ കളിക്കാൻ വേണ്ടി. അതെ, മണ്ണിൽ കളിക്കാൻ വന്നിട്ട് ഇരിക്കുവോ. ഞങ്ങൾക്ക് ബുദ്ധിമുട്ട്. അവിടെ ഞങ്ങൾ ഓട്ടു അവിടുന്ന്. അങ്ങനെല്ലാം ഉണ്ട്. ഇതാ ഇങ്ങനെ ഈ നിറയ്ക്കുന്നത് കാണുമ്പോ പോയിട്ട് നിറയ്ക്കാൻ തോന്നുന്നുണ്ട്. ഇത് നരച്ച് ഒതുക്കി വെച്ചിട്ടില്ല. അതെ അതെ. ഇതെന്ത് പറഞ്ഞെങ്കിൽ ഇപ്പൊ അവർ നരച്ചിട്ടുണ്ടാവല്ലേ, അതെ, അതിനെ ഒതുക്കാൻ വേണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 2 ബടി അടിച്ചിട്ട് അതെ, പിന്നെ ഒരു കയറ് കെട്ടു നീളത്തില്. പണ്ട് കയറ് കെട്ടിക്കൊണ്ടായിട്ടില്ല, അതെ, ബടി തന്നെ വെച്ചോണ്ടായി. അതെ, ബടി വെച്ചിട്ട് അപ്പുറം ഇപ്പുറം ലെവലായിട്ട് നിക്കണം, ചരിയാൻ പാടില്ല അല്ലേ. അങ്ങനെ ഇതിപ്പോ നമ്മളുടെ എളുപ്പത്തിന്റെ പണി, പുതിയ ഐഡിയ. അതെ, ഇതാ അങ്ങോട്ടൊന്നും ഇങ്ങോട്ടൊന്നും കെട്ടിനല്ലേ. അതെ, അതിന്റെ സെന്റർക്ക് ഇതേമാതിരി ഒതുക്കല്. ഒതുക്കിയിട്ട് പോല്. നമ്മക്കെല്ലാം ഇങ്ങനല്ലപ്പാ. ഞങ്ങൾക്ക് ബടി വെച്ചിട്ട് കെട്ടിയിട്ട് തന്നെ നല്ല തൊട്ടിൽ പോലെ ഉണ്ടാവും കാണാന്, നല്ല പാങ് ഉണ്ടാവും. ഇതും അതേപോലെ ഉണ്ടാവും, ലൈനായിട്ട് ഉണ്ടാവും അല്ലേ. അങ്ങനെ ഇനി കുരു ഇട്ടിട്ട് മുളച്ചതിനെ കൊടുന്നിട്ട് ഇത് നനച്ചിട്ടെല്ലാം ആയിട്ട് അതിൽ നടുക അല്ലേ. പണ്ട് നിങ്ങൾക്ക് ഇതിന്റെ പണിയെടുക്കുമ്പോൾ കോൺട്രാക്ട് കൊടുത്തോണ്ടായല്ലോ. അതെപ്പാ, കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെല്ലാം കൊടുക്കും. എക്സ്പോർട്ടായിട്ട് നിറയ്ക്കുന്നവർക്ക് പിന്നെ ഡബിൾ കൊടുക്കും. അത്ര നിറക്കിന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം ഒതുക്കി വെച്ചത് ക്ലീൻ കാണുന്നല്ലേ ആ തലേന്ന്. അതെ, മേലെ തണലുണ്ടാവും, അപ്പുറം ഇപ്പുറവും തണല്. ദിവസം നനയ്ക്കണം 2 നേരം. രാവിലെയും വെള്ളം ഒഴിക്കണോ, വൈകുന്നേരവും ഒഴിക്കണം. അത് ചെടി നടുന്നതിന്റെ മുന്നിൽ തന്നെ ഒഴിക്കണം. എന്താ പറഞ്ഞാല് നനവ് ഉണ്ടാവണം ഇതിൽ നടുമ്പോ. ചെടി കൊണ്ടുവന്നിട്ട് നടുമ്പോ ചെടി പറഞ്ഞാല് കുരു ഇട്ടിട്ട് വരുത്തിയത് 2 ഇല വന്നിട്ടുണ്ടാവപ്പ. ചിലത് ഇലയും വന്നിട്ടുണ്ടാവില്ല. ഇതിൽ നട്ട പിന്നെ ഇല വരുള്ളൂ. നമ്മളുടെ കറക്റ്റ് ആയിട്ടുണ്ടല്ലോ. അതെ, 2 ഇല വന്നിന്. അത് ഇപ്പൊ ഈ വീഡിയോയിലുണ്ട്, നമുക്ക് കാണാം. 2 ഇല. അതങ്ങനെ നനയ്ക്കുന്ന നല്ല 2 നേരവും നനയ്ക്കണം. അതും അളവുണ്ട്. ഒരു തെല് അധികം ആയി പോകരുത്. പൈപ്പിലും ഒഴിക്കാൻ പാടില്ല. അതെ, ഇങ്ങനത്തെ പൂ പോലെ വീണായി. അതെ. ഇതന്നെ ചെടി നല്ല ഇല വന്ന് നല്ല ഇത് പറിക്കുമ്പോൾ അത്രേ. ഇത് ചെടി പറഞ്ഞ നമ്മളുടെ ഈ കാപ്പിന്റെ കുറുവിനെ സെലക്ഷൻ ആക്കുക. അതെ, നല്ല നല്ല കാപ്പി പറിക്കല് പറിച്ചിട്ട് ഞങ്ങൾ കൊടുന്നിട്ട് ഇവിടെ കാണണ്ടല്ലേ. അതെ, ഇതന്നെ കാപ്പിന്റെ കുരു, കാപ്പി ബീന്. അതെ, ഇനി ലേസേഴ്സ് കഴിഞ്ഞെങ്കിൽ ആ കാപ്പി ബീനിന്ന് 2 ഇല വരും. പിന്നെ ഇതെന്തിനാണ് അറിയാമ? ഇത് പാല. അത് ചെടി പറിച്ച് ഇങ്ങനെ വെച്ച് കൊണ്ടുവരാണ് ആ പാല. പിന്നെ ഒരു കോള് തരും, ഇങ്ങനെ ഓട്ടയാക്കിയിട്ട് നമുക്ക് ചെടി വെച്ചിട്ട് നടുക. അതാ ചെടി പറിച്ചോണ്ടുണ്ട്. പറിച്ചതിലും ಬೇರು പൊട്ടാണ്ട് വന്നതിന് ലേസം അങ്ങ ಬೇರು കട്ടാക്കോ. നമ്മൾ ಬೇರು കട്ടാക്കിയിട്ട് അതെ, എന്നിട്ട് അതിനെ എന്തൊക്കെ മുക്കോമ്മ? ചാണത്തിന്. ചാണം കലക്കിട്ടുണ്ടാവും. വെരി ഗുഡ്. അതെ, ചാണത്തിന് ಬೇರು മാത്രം മുക്കണം. ഇല മുക്കാൻ പാടില്ല, ഇല വെന്തു പോകും. ಬೇರು മാത്രം മുക്കണം. എന്നിട്ട് അതിനെ കൊണ്ടായിട്ട് നടണം. നല്ല ചെടി 2 ഇല ആയിട്ട് പാങ്ങ് വന്ന് നല്ല
കാണുമ്പോൾ പറിക്കാൻ തോന്നുന്നു. ഈ പനിയെല്ലാം എടുത്തതുപ്പാ. അതിനായിട്ടല്ലേ അമ്മേൻ്റെ അടുത്ത് ഇൻഫർമേഷൻ ചോദിക്കാൻ. അതെ അതെ, ഇതാ കാണുന്നില്ലേ, അങ്ങനെ പറിക്കുന്നതിലാ വേര് പൊട്ടാണ്ട് കിട്ടും. ഈ ഓരോന്ന് പറിക്കും. നമ്മൾ ഇതൊക്കെ വെള്ളം ഒഴിക്കോ പറിക്കുമ്പോ? പറിക്കുന്ന ബെഡൊക്കെ വെള്ളം ഒഴിക്കൂലേ, സ്മൂത്ത് ആയിട്ട് വരട്ടെ. അങ്ങനെ ഒഴിച്ചാൽ തന്നെ വേര് കട്ടാവാണ്ട് വരും. ഇതാ അവിടെ സാധനം കലക്കി വെച്ച് നല്ല കട്ടിയും അധികരിക്കാൻ പാടില്ല. അതെ, അങ്ങനെ വേരിനെ അങ്ങനെ മുക്കിയിട്ട് കൊണ്ടുപോയിട്ട് നടല് നല്ല വരും ചെടി. അങ്ങനെ അങ്ങ് ഇതാ കാണുന്നില്ലേ, അങ്ങനെ തന്നെ നിങ്ങൾ നട്ടോണ്ടുണ്ടായി, പാത്തിയാക്കി ഉണ്ടായി, കുരു ഇട്ടോണ്ടുണ്ടായി. അതിന് സ്കെയിൽ മാതിരി ഉള്ളതൊന്ന് കൊടുക്കൂ, ഒരു ബറ ഉണ്ടാവും. അത് ഇങ്ങനെ വെച്ചിട്ട് ആ ബരക്ക് ശരിയായിട്ട് കുരു ഇടൂ. അതിൻ്റെ മേലെ പിന്നെ മണൽ ഇട്ട് വിടൂ. അതേമാതിരി കുരു ഇട്ടിട്ട് തന്നെ വന്ന ചെടി ഇത്. അതെ, ഇതാ പറഞ്ഞ പോലെ ബടി. അതെ, ഒരു ബടി ഉണ്ടാവും. അത് ഇങ്ങനെ ബലത്ത കയ്യിലേ ഉണ്ടാവുള്ളൂ. അതിൽ ഒരു ഓട്ട ആക്കുക, ചെടി ഇടുക, 2 ഭാഗത്ത് അമർത്തണം, ഇപ്പുറത്തും ഇപ്പുറത്തും. അതെ, 4 സൈഡും അമർത്തി കൊടുക്കും. നല്ല അത് അങ്ങനെ തന്നെ ഇരുന്നോണ്ട് നടുക എല്ലാരും ഒന്നിച്ച്. എല്ലാരും നല്ല കാണാൻ പാത്തി നോക്കി എങ്ങനെ ഉണ്ട്. ഇത് കൊറേ ആക്കിനല്ലേ, പുറമെ വിൽക്കാനാ എസ്റ്റേറ്റ്? ഇല്ല, തോട്ടത്തേക്കേ മതിയാവില്ല അത്. അതെയാ, കൊറേ ഉണ്ടല്ലേ പാത്തി, കൊറേ ആളും ഉണ്ട്. കൊറേ ഒരാഴ്ച ഉണ്ടാവോ നടാണ്? നട്ടിട്ടായി എല്ലാം ആയ പിന്നെ വീഡിയോ എല്ലാം പിടിച്ചിട്ട് വന്നിട്ട് അമ്മേന്റെ മുമ്പിൽ കയറുന്നിട്ട്. അതെയാ, നോക്ക് നട്ടത് കാണാൻ എന്ത് പാങ്ങുണ്ട്. ഒരു ബരിയിൽ എത്ര ബാസ്കറ്റ് വെക്കുള്ളൂ? 1200 ബാസ്കറ്റ് ഉണ്ടാവും ഒന്നില്. അങ്ങനത്തേത് 25 ലൈൻ ഉണ്ടാവും. ഇത് ഏകദേശം നെട്ടോണ്ട് വന്നു ഇവിടെ വരെ. അതെ അതെ, എന്നിട്ട് നെട്ടിട്ടായ പിന്നെ ഇതൊക്കെ നമ്മളുടെ എന്ത് കൊണ്ടുവന്നിടല്ലമ്മ? ഈ വെള്ളം ഒഴിക്കുമ്പോൾ പാടാൻ പാടില്ല പറഞ്ഞിട്ട് ഉണക്ക് ചപ്പിനെ അടിച്ച് പൊടിച്ചിട്ട് ബീട്ടി ചപ്പ് കൊടുന്നിട്ട് ഉണക്കൂ കളത്തിലിട്ടിട്ട്. അത് ഉടങ്ങിയപ്പോൾ ഒരു ബടിയും കൊടുത്തിട്ട് അടുപ്പിച്ചിട്ട് പൊടിയാക്കും. പൊടിയായിട്ട് വേറും. എന്തിനറിയാം, അതില് ഇത് വെള്ളത്തിന്റെ അംശവും ഇരിക്കണോ. പിന്നെ കച്ചട പറഞ്ഞാല് അതെ, പുല്ല് അത് ഇതെല്ലാം വരുമല്ലേ, അതിനെങ്ങനെ പറിക്കുമ്പോ ചെടിക്ക് അടിയാവും. അടിച്ച് പൊടിച്ചിട്ടില്ല. അതെ, ബീട്ടി മരത്തിന്റെ ദർഗ് അതിനെ ചെടിന്റെ ചോട്ട് കെട്ടുകൊടുക്കും. അതെ, അങ്ങനെ ഇടണം. ഇടത്തെ കൈ മുമ്പിലും വെള്ളം ഒഴിക്കണോ? അതെ, ഇട്ട പിന്നെയും ഇട്ടതിന്റെ ശേഷവും ഒഴിക്കണം. അതെ, അങ്ങനെ തന്നെ. അത് ഇലന്റെ മേലെ വീണിട്ടുണ്ടാവും, തട്ടി വിട്ട് തട്ടി വിടും. പിന്നെ വെള്ളം ഒഴിക്കുമ്പോ അതെല്ലാം പോവും. എല്ലാം കാണുമ്പോ ഉണ്ടല്ലേ, ഞാൻ തന്നെ പോയിട്ട് പണിയെടുക്കുന്നുണ്ട്, നിങ്ങനെ തന്നെ അല്ലേ എടുത്തോണ്ടുണ്ടായത്. അങ്ങനെ ആവുന്നുണ്ട്. ഇങ്ങനത്തെ പണിക്കെല്ലാം നാം പോയാൽ പണിയെടുക്കപ്പാ. ഇതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട പണിയാണ്. ഇത് കൂടുതലില്ല കൊണ്ട് നമ്മൾ ഇതൊക്കെ ചെറിയ ജെട്ട്, മൈക്രോ ജെട്ട് വെക്കും. സ്പ്രിങ്ക്ലർ ഇല്ലേ, അതിന്റെ ചെറിയ ജെട്ട്. അതെ, ചെറുത് വെച്ചാല് അത് അടിച്ചോണ്ടുണ്ടാവും, ഉണങ്ങാൻ വിടില്ല. അതാ കാണുന്നില്ലേ, ഫുള്ള് വെള്ളം. അതെ, നങ്ങ പറഞ്ഞാല് അപ്പോ ആ വാട്ടർ ക്യാനിലേ ഒഴിച്ചോണ്ടുണ്ടായത്, ഇത് വെച്ചോണ്ടുണ്ടായില്ല.